ദേശീയപാതയിൽ ഇന്ന് വളരെ വിലപ്പെട്ട ചർച്ചകൾ നടന്നു. നമുക്കറിയാം, ഓരോ ദിവസവും കഴിയുന്തോറും ദേശീയപാതയിൽ വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, സുരക്ഷാ വീഴ്ച നിർബന്ധമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് സ്വീകരിക്കേണ്ട കാര്യമായിട്ടാണ്. ഇന്നിപ്പോൾ ചർച്ചയുണ്ടായിരുന്നു. ROയും PD ഒക്കെ തന്നെ പങ്കെടുത്ത ചർച്ചകളിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളിത് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ശ്രീ പ്രേമചന്ദ്രനും വളരെ ശക്തമായിട്ട് പാർലമെന്റ് സമ്മേളനത്തിൽ കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷയുമായ പ്രശ്നം, കൊല്ലത്തെ തകർച്ച, കൂരിയാടെ തകർച്ച, ഇന്നലെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്, കാസർഗോഡ് എല്ലാം തകർച്ച ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്, ഒരു സുരക്ഷാ പരിശോധന കാര്യമായിട്ട് നടത്താൻ പോവാണ് കേരളത്തിലെ റോഡുകളിൽ. അപ്പോൾ ഇന്ന് RO അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 8 ഗ്രൂപ്പുകളായിട്ടുള്ള സുരക്ഷാ പരിശോധന NH-66 നടക്കുകയാണ്. അപ്പം മണ്ണ് പരിശോധന ഉണ്ടാകും കാര്യമായിട്ട്. എവിടെയെങ്കിലും ഈ സാധാരണഗതിയിലുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ താങ്ങാകുന്ന രീതിയല്ല എന്ന് കണ്ടാൽ അവിടെയൊക്കെ പില്ലർ ഹൈവേ പില്ലർ സ്ട്രക്ചർ ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കായംകുളത്തിൻ്റെ കാര്യം, പൂച്ചിറയുടെ കാര്യം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള സ്പാനുകൾ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ പായൽക്കുളങ്ങരയിലും അതുപോലുള്ള പ്രദേശങ്ങളിൽ ഇതിൻ്റെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പറയുന്ന ഒരു 8 സംഘങ്ങളായിട്ടുള്ള ഓഡിറ്റിനകത്ത് റോഡുകളിൽ എവിടെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ പരിശോധിച്ചിട്ട് ചെയ്യാൻ കഴിയാവുന്ന ചെയ്യുമെന്ന് അവരിന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അല്ലേ, തീർച്ചയായിട്ടും നിങ്ങൾ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 95% കേസുകളിലും നെഗ്ലിജൻസ് ഇല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് വരാറുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഈ മരണം സംഭവിക്കുന്നുള്ളതിന് ഉത്തരം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിച്ചാൽ കൃത്യമായ ഉത്തരം കണ്ടെത്തും. കവറപ്പ് ചെയ്യുന്ന അന്വേഷണമാകുമ്പോൾ ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അവിടെ കൃത്യമായിരുന്നല്ലോ, അവിടെ ഒരു ദിവസം മുഴുവൻ അവിടെ കിടന്നവർ ചിലർ രക്ഷപ്പെട്ടു, ചിലർ മരിച്ചു. അവിടെ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുള്ളത് ആർക്കും പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുന്നതാണ്. അതിന്റെ കാരണം കണ്ടെത്തി ഇത് ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ നടപടി എടുക്കുന്നതിന് പകരം അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഇത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് തന്നെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പാളിച്ചകളും വീഴ്ചയുമാണ് എന്നുള്ളതാണ് സംശയം വേണ്ട. ഇത് ഒരാശുപത്രിയല്ല, നിരന്തരമായി റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അതെല്ലാം മറച്ചുവെക്കാനുള്ള നടപടിയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരം അത് അഡ്രസ് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടിയാണ് അവർ സ്വീകരിക്കേണ്ടത്. സംസ്ഥാനത്തെ 83 ആശുപത്രികളിൽ സ്ഥിരം ഡയാലിസിസ് ടെക്നീഷ്യന്മാർ പോലും ഇല്ല. 111 ആശുപത്രികളിൽ 83 സ്ഥിരം സ്റ്റാഫ് പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. അതെ, സ്റ്റാഫില്ല, ഉപകരണങ്ങളില്ല, മരുന്ന്. ഇതാണല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ പറഞ്ഞത്. അതിന്റെ പേരിലാണല്ലോ അദ്ദേഹത്തെ കുരിശിലേറ്റത്. ഡോക്ടർമാർ തന്നെ പറയുന്നത് നമ്മളോട് അതാണ്. അവർക്ക് പുറത്തു പറയാൻ പേടിയാണ്. അതിനുശേഷം പുറത്താരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടും നമ്പർ 1 ആണെന്ന് പുറത്തു പറയും. അടിസ്ഥാനപരമായ സൗകര്യങ്ങളൊന്നുമില്ല. അതിന്റെ ഫലമാണ് ഹരിപ്പാടുണ്ടായതെന്നുള്ള സംശയമില്ല. ഞങ്ങൾ അന്ന് തന്നെ മന്ത്രിക്ക് കത്തെഴുതി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ നടപടി എന്ന് പറയുന്ന ഒരു പേരിലൊരു അന്വേഷണം നടത്തും, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും, വീണ്ടും പഴയ വടിയിലേക്ക് പോകും. ഇതല്ല വേണ്ടത്. അടിയന്തരമായിട്ടും കുറ്റക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. എവിടെയാണോ പാഴ്ചകൾ അത് തിരുത്താൻ നടപടി ഉണ്ടാകണം. അത്രയേ ഉള്ളൂ.